എങ്ങനെയാണ് ഇതിനെ പിടിച്ചൊലയ്ക്കുക എന്നും അല്ലെങ്കിൽ ഓരോരുത്തരുടെ അപ്രോച്ച് അതെനിക്ക് ഭയങ്കര വേദനിപ്പിച്ചൊരു ഇൻസിഡൻറ്റുകളാണ്. ഈ സ്ത്രീ ഒരു കുളിക്കാതെയൊക്കെ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പം ഇടയ്ക്ക് മലയാളം പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഈഗോനെ തൊട്ട ദേ വിൽ ഹെഡ് ഹിം ഡൗൺ. അതിനുള്ള പണി അവർ നടത്തും. അവർ ഹണ്ട് ചെയ്ത് താഴെ ഇടും. ഇത് 10 ദിവസം മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചാണ്. ഇമോഷണലി ഉള്ളൊരു സ്പീച്ച്. കരൂർ നടന്ന സംഭവത്തെ പറ്റി അദ്ദേഹം നടത്തിയൊരു സ്പീച്ചാണ് കംപ്ലീറ്റ് വോട്ട് ബാങ്കിനെ മറിച്ചത്. അവിടെ ഞാൻ വളരെ ചുരുക്കം ലീഡേഴ്സിനെ മാത്രമാണ് ഇങ്ങനെ സ്ക്രിബിൾ ചെയ്യുന്ന കാണുള്ളൂ. ഇദ്ദേഹം വരുന്നു, കയ്യോടെ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നു, അതിനോട്ടുള്ള ഗോ ടു ആക്ഷൻ കൊടുക്കണം. CPM യുവാക്കൾ കൂടുതലുള്ളത് കേരളത്തിലാണ്. ഓക്കെ, ആ യുവജനം ഇപ്പോൾ ഏജ് ആയിക്കൊണ്ടിരിക്കുക. LDF ആയിരുന്നു അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഇവരുടെയൊക്കെ തനിനിറങ്ങൾ ഞങ്ങൾ കണ്ടു. ഈ ജന്തർ മന്ദറിൽ ഇവർ, അതായത് ഈ പാർട്ടി പാർട്ടിയുടെ നേതൃത്വമല്ല, പാർട്ടി പാർട്ടിയുടെ ലീഡേഴ്സ് ഈ സമരം കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ മൊത്തം ക്ലീനാക്കി. അത് വാർത്തയിൽ വന്നൊരു കാര്യമാണ്. ഒരു 10-30 ദിവസമോ അതിൻ്റെ എത്ര 36 ദിവസം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അവരവിടെ സമരം നടത്തിയത്. ആദ്യത്തെ ഒരു ഘട്ടത്തിൽ സോനമാക്ചുവിൻ നിരാഹാര സത്യാഗ്രഹം, അതിനുശേഷം പിന്നീട് പാർലമെൻറ്റ് മാർച്ച്, പിന്നീട് കേന്ദ്രമന്ത്രിമാരുമായിട്ട് ചർച്ചകൾ എന്നുള്ള അങ്ങനെ ഒരു 3 ഘട്ടമായിട്ട് വേണമെങ്കിൽ പറയാം ഇത് പോയത്. അപ്പോൾ ഇത്രയും ദിവസം ഇത്രയധികം ആളുകൾ പലയിടത്തുനിന്നും വന്നവരവിടെ കൂടിയിട്ട് ആ ഒരു ക്ലീനിങ് പരിപാടികളൊക്കെ എങ്ങനെയാണത് അവർ മെയിൻറ്റെയിൻ ചെയ്തത്? ജേക്കബ് സാർ, അത് ഒരു കാണേണ്ട ഒരു പ്രോസസ്സാണ്. ഇതിനകത്ത് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ ക്രൗഡാണ്. അപ്പോൾ ഒരു 10-20 പിള്ളേർ കയറ് ചുറ്റി പിടിക്കും. ഓക്കെ, കയറ് ചുറ്റി പിടിച്ചിട്ട് അവർ സ്പേസ് ഉണ്ടാക്കിയിട്ട് ഒരു 4 പേരെ ആ സർക്കിളിൻ്റെ ഇടയിൽ ഇറങ്ങി അവരാണത് ക്ലീൻ ചെയ്യുന്നത്. എന്നിട്ട് ആ പിള്ളേരിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. എന്നിട്ട് അപ്പം അവരിങ്ങനെ ക്ലീൻ ചെയ്യും. ടയേർഡാകുന്നവൻ മാറി അടുത്തവൻ കയറും. എത്ര വലിയ തിരക്കുള്ള എത്ര വലിയ ക്രൗഡാണെങ്കിലും ആ ക്രൗഡ് അപ്പം ഡിസോൾവ് ആവുകയാണ് അവിടുന്ന്. ഈ പാറ്റകൾ എങ്ങോട്ടാണ് പോകണതെന്ന് ഒരു മനുഷ്യനറിയത്തില്ല. ഇപ്പം നമ്മൾ കുറേ നാൾ പൂട്ടിക്കിടന്ന വീട്ടിനകത്തോട്ട് കയറി ചെല്ലുമ്പോൾ പാറ്റകൾ ഫ്ലോറിൽ കാണും. നമ്മൾ നടന്ന് ചെല്ലുമ്പോൾ അത് ഡിസപ്പിയർ ആവത്തില്ലേ എന്ന് പറയുന്ന പോലെ അവരങ്ങ് ഡിസപ്പിയർ ആവും. അപ്പോൾ ഇവർ കൂട്ടി, അപ്പോൾ വേറെ അടുത്ത പാറ്റകൾ എന്ത് ചെയ്യുന്നറിയോ, അവിടെയുള്ള ബാഗിനകത്ത് ഇതെല്ലാം പറക്കിയിട്ട് സൈഡിൽ വയ്ക്കും. എന്നിട്ട് ഒരു കൂട്ടത്തിൽ ആൾക്കാർ ഇത് ചുവന്ന് അപ്പുറത്ത് കൊണ്ടുപോകും. ഇതൊന്നും ഗവൺമെൻറ് വോളണ്ടിയേഴ്സോ ഗവൺമെൻറ് ജീവനക്കാരോ ഒന്നുമല്ല, അവിടെയുള്ള സാധാരണ ആൾക്കാരാണ് ഈ ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ ജന്തർ മന്ദറിലോട്ട് കയറുമ്പോൾ ഇങ്ങനെ ക്യൂ നിന്നാണ് കയറുന്നത്. അപ്പം അവിടെ വെള്ളം കുടിക്കാൻ ക്യാനുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഭയ്യ ക്യാൻ യു ടേക്ക് ദിസ്. അപ്പം ഞങ്ങൾ 4 പേര് ഓരോ ക്യാൻ ചുവന്നിട്ട് അങ്ങോട്ട് പോയി. അപ്പം ക്യൂവിൽ എല്ലാവരും ഉണ്ട്. ദാറ്റ് മീൻസ് വി ആർ ക്യാരിയിങ് ദാറ്റ് ബോട്ടിൽ. അവിടെ കൊടുത്തപ്പോൾ അവർ സ്റ്റാക്ക് ചെയ്യണം അവിടെ. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വരുമ്പോൾ കുറേ എംറ്റി ബോക്സ് ഉണ്ട്. അതിങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ക്യാരി ചെയ്യുന്നു. ഒരു തിരക്കോ തിക്കലോ ഒന്നുമില്ലാതെ കൊടുക്കുന്നു. ഇതിൻ്റെ അടുത്ത വിഷയം, എല്ലാവർക്കും ചൂടുണ്ട്. അത്രയും ആൾക്കാർ തിങ്ങി നിറഞ്ഞ് നിൽക്കുവാണ്. ഡൽഹി ക്ലൈമറ്റ് ഇപ്പോൾ ചൂടുള്ള സമയമാണ്. അപ്പം ഈ ആൾക്കാരെല്ലാം പരസ്പരം വീശിയിട്ടാണ് അവിടെ നടക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ആൾക്കാർ കൂട്ടിയിടിക്കുന്നുണ്ട്. ഒരു 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 ദേഷ്യത്തിലുള്ളൊരു നോട്ടോ എന്താ നീ ചെയ്തതെന്നുള്ളതോ അത് വളരെ വളരെ പൊളൈറ്റ് ആൻഡ് കൈൻഡായിട്ടാണ് ആ ഇവൻ്റ് അവിടെ നടന്നു പോയത്. ഈവൻ അത് ഇപ്പോൾ ആൾക്കാർ എക്സാമ്പിൾ പറഞ്ഞ ആം ആദ്മി പാർട്ടിയുടെ ക്ലീനിങ് അതിപ്പോൾ സ്ക്രിപ്റ്റഡ് ആണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഞാൻ TV മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ അവിടെ ഒരു 48 മണിക്കൂർ നിന്ന സ്ഥിതിക്ക് അവിടെ ഒരു സ്ക്രിപ്റ്റും ഇല്ല അതിനകത്ത്. അവർക്ക് വേണ്ടത് ഞങ്ങളിവിടെ വന്നെന്നോർത്ത് ഈ ഏരിയയ്ക്ക് ശല്യമാവരുത്. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ സാറ് ചോദിച്ചല്ലോ എങ്ങനെയാണ് അവിടെ ക്ലീൻ ആക്കിയെന്നുള്ളത്. ഈ കേരള ഹൗസ് ഉണ്ട് അവിടെ. ഓക്കെ, അശോക റോഡിൽ കേരള ഹൗസിൻ്റെ ഡയഗണലി ഓപ്പോസിറ്റ് അവിടെ ഒരു സ്ത്രീ കിടക്കുന്നുണ്ട്. ആ സ്ത്രീയുടെ ചുറ്റും ഒരു 10-25 പട്ടികളുണ്ട്. അപ്പം ഞാനും സുഹൃത്തും അവിടെ നിൽക്കുമ്പം ഈ സ്ത്രീ ഒരു കുളിക്കാതെയൊക്കെ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പം ഇടയ്ക്ക് മലയാളം പറയുന്നുണ്ട്, ഇടയ്ക്ക് ഹിന്ദിയും പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സംശയം എങ്ങനെ മലയാളം അറിയുന്നു. ഞങ്ങൾ അടുത്ത് ചെന്നു സംസാരിച്ചു.
സംസാരിച്ചപ്പോൾ സ്ത്രീ വർഷങ്ങളായിട്ട് അവിടെ ഉണ്ട്. ആരും ഇല്ല. അതിൻ്റെ പാരൻസ്, അച്ഛൻ ആർമിയിലായിരുന്നു. ഇപ്പോൾ രസം എന്താണെന്നറിയോ, ഈ ലേഡിയും കൂടെ അവിടെ നിന്ന് മക്കളോട് ഹിന്ദിയിൽ പറഞ്ഞ് ക്ലീൻ ആക്കിപ്പിക്കുക അവരോട് ചേർന്നിട്ട്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ ഈ വീടിൻ്റെ കോർണറിൽ ബോട്ടിൽസ് വെക്കണം, ഭക്ഷണം വേസ്റ്റ് മാത്രം നിങ്ങൾ ഇവിടെ വെക്കരുത്, എനിക്കിവിടെ കിടക്കാൻ ഒക്കത്തില്ല. അപ്പം അതൊരു മാനേജ്മെൻറ്റാണത്. ഹൗ ദേ മാനേജ് ഈസ് അമേസിങ്. അപ്പോൾ ആ എവിടുന്നോ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് വന്ന പിള്ളേരുണ്ട്, അവരുടെ കൂടെ നാട്ടുകാരും കൂടി എന്നുള്ളതാണ്. അപ്പം ഇതിനൊരു ഒരു 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 SOP ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. സിറ്റുവേഷൻ ലീഡർഷിപ്പാണ് അവിടുത്തെ SOP. ആർക്കും നമ്മൾ തലവേദനയാവരുത് എന്നുള്ളതാണ് അവിടുത്തെ SOP. ആൻഡ് ദേ ഹാവ് ഡൺ ഇറ്റ് വെരി വെൽ. ഓക്കെ. ഈ കൂടുതൽ ആളുകൾ കൂടുന്നിടം അവിടുന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഭരിക്കുന്ന സർക്കാരിന് എതിരാണ് എന്നൊക്കെ തോന്നുന്നിടത്തൊക്കെ രാഷ്ട്രീയ നേതാക്കൾ എത്താനും ഇത് അവരുടേതാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ശ്രമങ്ങൾ അവിടെ നടന്നില്ലേ? കൺവെൻഷണൽ രാഷ്ട്രീയ കോൺഗ്രസ്, AAP, CPM, അങ്ങനെ അതുപോലെ മുലായം സിംഗ് യാദവിൻ്റെ പാർട്ടി, പല പാർട്ടികളുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ. അവരങ്ങനെ മുതലെടുപ്പിന് ആരും ശ്രമിച്ചില്ലേ? ഒന്നാമത്തെ കാര്യം മുതലെടുപ്പ് അവിടെ വില പോയില്ല എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ കാര്യം. അതായത് പിള്ളേരത് മൈൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതിനകത്ത് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുണ്ടായിരുന്നു, എല്ലാ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഉണ്ട്. പക്ഷെ അവരാരും അവരുടെ പാർട്ടിക്ക് മുദ്രാവാക്യം വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ. കാരണം അവിടെ ഇൻകുലാബ് സിന്ദാബാദും വിളിക്കുന്നുണ്ട്, ഭാരത് മാതാ കി ജയും വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങൾക്കിപ്പോൾ വേണ്ടത് രാഷ്ട്രീയമല്ല എന്നുള്ള ഒരു ക്ലിയർ മെസ്സേജാണ്. പിന്നെ കേരളത്തിലുള്ള MP-മാരവിടെ വന്നു, അവിടെയുള്ള മലയാളി പിള്ളേർ മൈൻഡ് പോലും ചെയ്തില്ല. ക്യാമറയ്ക്ക് മുമ്പിൽ വിളിച്ചപ്പം തന്നെ ഒന്നും ഇവിടെ വേണ്ട എന്ന് പറയുകയും ഫോഴ്സ്ഫുള്ളി ആ ചാനൽ ക്യാമറ കട്ട് ചെയ്യേണ്ട ഒരവസ്ഥ വന്നു. ജോൺ ബ്രിട്ടാസ് വന്ന പോലെ. ഇറ്റ്സ് എ ഷെയിം. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ള അല്ലെ ഇന്ത്യയിലുള്ള ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കും അവിടെ ഗ്രിപ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇത് കഴിഞ്ഞു, സമരം വിജയിച്ചു, അപ്പം കുറേ കോൺഗ്രസ്സുകാർ കൊടിയായിട്ട് വന്നു. അവരതിൻ്റെ അകത്തോട്ട് കയറാനും ഒരു അനുവദിച്ചില്ല. കാരണം വെച്ചാൽ അവരാരും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം യുവാക്കൾക്ക് അതല്ല ആവശ്യം. ഈ പ്രതിഷേധം എന്തെങ്കിലും അന്യായം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഭരണത്തിൻ്റെ ഏജൻസികളുടെ വീഴ്ച കണ്ടു കഴിഞ്ഞാൽ ഒക്കെ അപ്പോൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഭരണം നന്നാകുമെന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ജാഫർ തന്നെ പണ്ട് ഈ പാലിയേക്കര ടോൾ പ്ലാസയിൽ കുറേ നേരം ക്യൂ നിന്നപ്പോഴത്തേനും എന്ത് ചെയ്തു എന്നുള്ളത് ഒരു കഥയൊന്ന് പറയാമോ? അതായത് പാലിയേക്കര, ഞാൻ തിരുപ്പൂരിൽ നിന്ന് വരുമ്പം പാലിയേക്കരയിൽ ഭയങ്കര ട്രാഫിക്കാണ്. അപ്പം അവിടെ ചെന്ന് എൻ്റെ വണ്ടി ഒരു 10-20 ക്യൂവിൽ നിൽക്കുവാണ്. അപ്പം എനിക്ക് എൻ്റെ ചെറിയ മക്കളുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടോ ഞാനൊരു 30 മിനിറ്റ് ഇരുന്നിട്ടും വണ്ടികളൊന്നും മൂവ് ആവുന്നില്ല. അപ്പം ഞാൻ പോയ ലൈനിൽ ഏതോ ഒരു വണ്ടിയുടെ ഫാസ്ടാഗോ സംതിങ്, അതെ, അല്ലെങ്കിൽ അവരുടെ മെഷീൻ എററാണ്, സംഗതി ലിഫ്റ്റ് ആവുന്നില്ല. അപ്പോൾ ഇതിനകത്തുനിന്ന് ആരും ചോദിക്കുന്നില്ല. അപ്പം വളരെ പൊളൈറ്റായിട്ട് ഞാൻ ചെന്നിട്ട് അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് പോകണം, ഇതിൻ്റെ ബാരിയർ ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ അവരൊന്നും ഇല്ല, ടോൾ തരാതെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ പതുക്കെ ആ ടോളങ്ങ് മാറ്റി എല്ലാ വണ്ടികളും എടുത്തു. ഞങ്ങളുടെ ക്യൂ ഫ്രീ ആയി. എൻ്റെ വണ്ടി വന്നു. ഞാൻ അവിടെ 100 രൂപ കൊടുത്തിട്ട് ഞാനങ്ങ് പോയി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ ആൾക്കാർ ചോദ്യം ചെയ്യാൻ മടിയാണ്, പേടിയാണ് ആൾക്കാർക്ക്. അതായത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പുറന്തള്ളപ്പെടുന്നുള്ള ഒരു ചിന്തയുണ്ട്. അതായത് നമ്മുടെ DNA ഡിസൈൻ ടു ബൗ ദ ബാക്ക് ബോണാണ്. അങ്ങനെയല്ല. നമ്മൾ ചോദ്യം ചെയ്യലെന്ന് പറഞ്ഞാൽ അരഗൻസിൻ്റെ ഒരു സിമ്പലല്ല. ചോദ്യം ചെയ്യൽ വളരെ പൊളൈറ്റാവാം. അതൊരു റെസ്പോൺസ്, അതായത് റെസ്പോൺസ് ഇസ് എ റെസ്പോൺസിബിലിറ്റി എന്നുള്ള മാനറിൽ ചോദിക്കാം, റിയാക്ട് ചെയ്യാതിരുന്നാൽ മതി. അപ്പം അന്ന് എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം, അപ്പം എനിക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നുന്നു. ഞാൻ എന്തിനാണ് 30 മിനിറ്റ് ഇവിടെ വെറുതെ കളഞ്ഞ്? അത് 5 മിനിറ്റിൽ അങ്ങ് ഇറങ്ങി തിരിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം തീരേണ്ട കേസേ ഉള്ളൂ. അതെന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വലിയ ലേണിംഗ് കർവായിരുന്നു. കാരണം എനിക്ക് കണ്ണിന് പിടിക്കാത്തത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യത്തില്ല. അത് പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ എങ്ങനെ പോയി ചോദ്യം ചെയ്യാം എന്നുള്ളൊരു വഴി ഞാൻ കണ്ടിരിക്കും. ഞാൻ ചോദിച്ചിരിക്കും അത്.
വെദർ ദേ അക്സെപ്റ്റ് ഇറ്റ് ഓർ നോട്ട്. പക്ഷെ വഴക്കിടാനല്ല എൻ്റെ ഉദ്ദേശം. അതായത് എൻ്റെ ചോദ്യം വിജയിപ്പിക്കാൻ അങ്ങനെയൊന്നുമല്ല, പക്ഷെ ചോദ്യം ചെയ്യും. കാരണം എൻ്റെ ഇന്നർ സെൽഫിനെ എനിക്കല്ലെങ്കിൽ അമർഷം വരും, എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് ഫീൽ ചെയ്യും. കാരണം അത് ഒരു അന്യായമാണല്ലോ കാണുന്നത്. അപ്പം അതിന് നമ്മൾ ചോദ്യം ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇറ്റ്സ് ഗുഡ്. അത് നമ്മുടെ ജനതയ്ക്ക് അത് വേണം എന്നുള്ളതാണ്. അത് സമരമുറത്തിലല്ല പോകേണ്ടത്, വേറെ ഒരുപാട് വഴികളുണ്ട്. ആ ഒരു വഴിയാണ് ഇന്നിപ്പോൾ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം കണ്ടത്. നമ്മൾ കുട്ടികളുടെ പഠിക്കുന്നവരുടെയും അതുപോലെ ഈ ജെൻസെ 29 വയസ്സ് വരെയുള്ള ഒരു യുവാക്കൾ യുവതികൾ അവരുടെ ഒരു ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മൾ ഇപ്പം കേന്ദ്രമന്ത്രി കണ്ടു. പരീക്ഷ കുറ്റമറ്റ രീതിയിൽ നടക്കണം. അതെ, കാരണം അത് വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതാൻ പോകുമ്പോഴത്തേനും വേറെ എവിടെയെങ്കിലും പൈസയും കൊടുത്തിട്ട് ചോദ്യപേപ്പർ ലീക്കാക്കി വാങ്ങിച്ച് എഴുതി പാസ്സായി ഈ മര്യാദയ്ക്ക് പഠിച്ചവരെ മണ്ടന്മാരാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് ഒരു തുല്യ അവസരം, അനീതി ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെയുള്ള പിന്നെ ഒരു ഭരണത്തിന് ഉത്തരവാദിത്വമുണ്ട്. അവർ പരീക്ഷ നടത്തുകയാണെങ്കിൽ അത് കുറ്റമറ്റ രീതി നടത്തണം, അല്ലെങ്കിൽ ആ പണി വേണ്ടെന്ന് വെച്ചിട്ട് ഇറങ്ങിപ്പോകണം എന്നുള്ള ഒരു സന്ദേശമാണല്ലോ അത്. ഇത് പറ്റത്തില്ല, അതിനുള്ള ഇൻകോമ്പീറ്റൻസ് ആണെങ്കിൽ ഇറങ്ങിപ്പോകണം, നടത്തുന്നെങ്കിൽ മര്യാദയ്ക്ക് നടത്തണം. അപ്പോൾ ഇങ്ങനെ മറ്റ് ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു ജെൻസേക്കുള്ളത്? നമ്മളൊരു മാസ്ലോവിൻ്റെ നീഡ് ഹൈറാർക്കിയിൽ പറയുമല്ലോ, ഇങ്ങനെ പ്രൈമറി നീഡ്സ് എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെ നീഡ്സാണ് ഇപ്പോഴത്തെ യുവാക്കൾക്ക്? ആ മാസ്ലോ ഹൈറാർക്കി തിയറി നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ബേസിക് എസെൻഷ്യൽ കാര്യങ്ങളുണ്ടല്ലോ, ബോട്ടം ഓഫ് ദ പിരമിഡ്, അത് ആൻസർ ചെയ്താൽ തന്നെ 80% അവരുടെ പ്രശ്നങ്ങൾ തീരും. ഇന്നത്തെ ജെൻസി, അതായത് ഇപ്പം നമ്മൾ ഓരോ എറകൾ നോക്കുക, ഇൻഡസ്ട്രിയൽ എറ, ഓരോരോ സിറ്റുവേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ജെൻസി കൂട്ടങ്ങളുണ്ടല്ലോ, സെൽഫ് റെസ്പെക്റ്റ് വേണ്ട ജനങ്ങൾ. ഇപ്പോൾ നമ്മുടെ അവിടെ ഇന്ത്യയിലെ ഒരു ജസ്റ്റിസ് അവരെ പാറ്റകളോട് ഉപമിച്ചതിൻ്റെ ഭവിഷ്യത്താണ്. അതവരെ സെൽഫ് റെസ്പെക്റ്റിനെയാണ് തൊട്ടത്. അപ്പം മുമ്പൊക്കെ ഈ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന സാധനമുണ്ട്, അതാണ് മുകളിലേക്ക്, അതിപ്പോൾ താഴത്തോട്ട് വന്നു. അതൊരു ബേസിക് എസെൻഷ്യലാണ്. അപ്പോൾ അവരുടെ ആ ഈഗോനെ തൊട്ട ദേ വിൽ ഹെഡ് ഹിം ഡൗൺ. അതിനുള്ള പണി അവർ നടത്തും. അവർ ഹണ്ട് ചെയ്ത് താഴെ ഇടും. പിന്നെ പൊളൈറ്റ് ആ കോക്രോച്ച് പോലെ തന്നെ കയറി കരണ്ട് തിന്ന് അതിൻ്റെ താഴെ ഇടും. അപ്പോൾ എന്താണ് അവർക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ സെൽഫ് എസ്റ്റീം, അവർക്ക് വേണ്ടിയിട്ടുള്ള സെൽഫ് റെസ്പെക്റ്റിന് കോട്ടം വരാത്ത രീതിയിൽ ആരാണോ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ആ വിഭാഗം അല്ലെങ്കിൽ അവരുടെ കൂടെ ഈ ഇന്നത്തെ ഇന്ത്യയുടെ മാസ് നിന്നിരിക്കും. അവർക്ക് റിലീജിയൻ വേണ്ട, അതിലവർ ഒബ്സസ്ഡ് അല്ല. ഓക്കെ, അവരെ സംബന്ധിച്ചിടത്തോളം ഇക്വാലിറ്റി ആരാണോ കൊണ്ടുവരുന്നത്, ഇക്വാലിറ്റി എല്ലാ രീതിയിലും കേട്ടോ, കോമ്പിറ്റൻസിയൊക്കെ അതിനകത്ത് വരും. ഓക്കെ, പിന്നെ ട്രാൻസ്പെറൻസി ആരാണോ കൊണ്ടുവരുന്നത്, അവർക്ക് ഏറ്റവും വേണ്ട ഒരു സാധനം ട്രാൻസ്പെറൻ്റ് ആവുക, ബീയിങ് ട്രാൻസ്പെറൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എല്ലാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിനകത്തുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാളുടെ ലൈഫ് സ്റ്റൈൽ ഹൈലൈറ്റ് ചെയ്യാൻ അയാൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, പല രീതിയിലുള്ള മോഡ് ഓഫ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ട്രാൻസ്പെറൻസി ആരാണോ കൊണ്ടുവരുന്നത്, പിന്നെ അവർ ഭയങ്കര സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആൾക്കാരാണ്. അവരെ നമ്മൾ ആവശ്യമില്ലാതെ ഇപ്പോൾ ഗവൺമെൻറ്റിലാവട്ടെ അതേപോലെ പ്രൈവറ്റ് സെക്ടറിലാവട്ടെ അവരുടെ സ്പേസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ പണിയെടുക്കാൻ ആൾ കാണില്ല. അത് ഈവൻ ഇപ്പോൾ ഇന്നുള്ള യൂണിഫോംഡ് അവിടെയുള്ള ഒരുപാട് യൂണിഫോംഡ് പോലീസുകാരുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരായിട്ട് കുറച്ച് ആൾക്കാരായിട്ട് ഇൻറ്ററാക്ട് ചെയ്തു. അപ്പോൾ അവിടെ ഒരു പ്രൊബേഷണർ, വിവേകം എന്നാണ് തോന്നുന്നത് പയ്യൻ്റെ പേര്, ഒരു പ്രൊബേഷണറി IPS ഉദ്യോഗസ്ഥനാണ്. ചെറിയൊരു പുള്ളി IIT ഗ്രാജുവേറ്റാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പോയി കൈ കൊടുത്ത് സംസാരിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്കുള്ളിൽ അമർഷം ഇല്ലെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നെ നോക്കിയൊരു ജെൻറ്റിൽ സ്മൈലാണ് വന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ യൂണിഫോമിൽ നിൽക്കുന്ന ആ ചെറിയ പയ്യനും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. അവൻ്റെ സെൽഫ് റെസ്പെക്റ്റിനെ അടിച്ചമർത്തുമ്പോൾ അവന് സഹിക്കുന്നില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പം എവിടെയാണ് ജെൻസിക്ക് പ്രയോറിറ്റി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻസിയാണ്.
അവർക്ക് വേണ്ടത് എന്താണ് അവരെ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, അവർ ഈഗോനെ ഡാമേജ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇറ്റ് ഈസ് ഗോണ ബി പ്രോബ്ലം. അതാണ് ജെൻസിക്ക് വേണ്ടത്. ഈ തമിഴ്നാട്ടിൽ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം ജെൻസിയല്ല, 50-നോടടുത്ത് പ്രായം, ആ ഏരിയയിൽ പ്രായമുള്ള ആളാണ്. അതുപോലെ തന്നെ കേരളത്തിലും ഒരു മുഖ്യമന്ത്രി പുതിയതായിട്ട് ഉണ്ടായി. ഏകദേശം ഒരേ മെയ് മാസത്തിൽ തന്നെ, മൂന്നാം മാസത്തിലാണ് അവർ രണ്ടു കൂട്ടരും ഭരിക്കുന്നത്. അപ്പോൾ ഈ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ഒരു രാഷ്ട്രീയ പാരമ്പര്യമോ പരിചയമോ ഇതിനു മുമ്പ് നിയമസഭയിൽ വന്നിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അങ്ങനത്തെ ഒരാളാണ്. ഇതിനു മുമ്പ് MLA ആയിരുന്നില്ല, ഒരു ഭരണ പരിചയവുമില്ല. എക്സ്പീരിയൻസ് എന്ന് പറയുന്ന മന്ത്രിയായിട്ട്, രാഷ്ട്രീയക്കാരനായിട്ട്, MLA ആയിട്ട് ഒന്നും ഒരു പരിചയവുമില്ലാത്ത, എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അങ്ങ് ഭരണം തുടങ്ങി. കേരളത്തിൽ പക്ഷേ അതേ സമയത്ത് തന്നെ വേറൊരു മുഖ്യമന്ത്രി, ഇതിനു മുമ്പ് മുഖ്യമന്ത്രി ആയിട്ടില്ല, പക്ഷേ MLA 5 പ്രാവശ്യമായിരുന്നു. പിന്നെ പ്രതിപക്ഷ നേതാവ്, മന്ത്രിയുടെ റാങ്കിലുള്ള ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പോൾ നിയമസഭയിൽ ഘോരഘോരം വാദപ്രതിവാദങ്ങൾ നടത്താനൊക്കെയുള്ള അവസരങ്ങൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്ത ഒരാളുമാണ്. അപ്പം പരിചയമുണ്ട് ഈ ഒരു രാഷ്ട്രീയത്തോടുമൊക്കെ. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളില്ല. പുള്ളി തന്നെ പെട്ടെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങ് ഉണ്ടാക്കി, ആ പാർട്ടിക്ക് ഒരു പേരൊക്കെ ഇട്ട് 2-3 വർഷം കൊണ്ട് അങ്ങ് നേരെ ഭരണത്തിലേക്ക് കയറി. 2 വർഷം 2 വർഷം ഭരണത്തിൽ കയറി. ഇവിടുത്തെ പാർട്ടി ഏകദേശം 140 വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു പാർട്ടിയുടെ പിൻബലത്തോടു കൂടി ആണ് ഭരണത്തിൽ വരുന്നത്. ഈ 2 മുഖ്യമന്ത്രിമാരുടെ ഒരു നേതൃത്വ ശൈലിയെപ്പറ്റി കേരളം അറിയാൻ, തമിഴ്നാട് അറിയാം. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഈ 2 മുഖ്യമന്ത്രിമാരുടെ നേതൃത്വ ശൈലി, ഒരേ സമയത്ത് വന്നവർ, ആദ്യമായിട്ട് മുഖ്യമന്ത്രിയാകുന്നവർ, അവരെപ്പറ്റി, അവരുടെ നേതൃത്വ ശൈലിയെപ്പറ്റിയും നേതൃത്വത്തെപ്പറ്റിയും ഈ 2 സംസ്ഥാനങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നതാണോ? ഏതാണ് കൂടുതൽ മെച്ചം? അതായത് ഇപ്പം വിജയ് CM, ചീഫ് മിനിസ്റ്റർ വിജയ്, തമിഴ്നാട് CM, അദ്ദേഹം ഭയങ്കര ഒബ്സർവറാണ്. ഒന്നാമത്തെ കാര്യം, അയാൾ ഒബ്സർവ് ചെയ്യും. അദ്ദേഹം ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്ത് ലിസൺ ചെയ്യും. ഓക്കെ, അദ്ദേഹം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കപ്പാസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മനസ്സിലായത്, അതായത് തമിഴ്നാട് ഇപ്പം ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലെടുത്താലും കറപ്ഷൻസ് ഉണ്ട്. അതില്ല എന്ന് പറയുന്നത് സ്വപ്നത്തിൽ മാത്രമാണ്. ഒരു സംസ്ഥാനം ഇല്ല എന്ന് പറയാൻ എലിജിബിൾ ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ വെൻ ഇറ്റ് കമ്പയർഡ് ടു തമിഴ്നാട്, അവിടെ ഒരു സമയത്ത് കറപ്ഷൻ്റെ അളവും ഗുണ്ടായുസത്തിൻ്റെ ഡെപ്തും അയച്ചിട്ട് കൂടുതൽ തന്നെയായിരുന്നു. കേരളം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ താരതമ്യേന കുറവെന്ന് പറയാം. പക്ഷേ ഈ തമിഴ്നാട്ടിലെ ജനത ഇതിനെ ഒരു പരിധിക്ക് മേലെ സൗണ്ട് ചെയ്യത്തില്ല, ഷൗട്ട് ചെയ്യത്തില്ല. ഓക്കെ, ഈ വിജയ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ CM ചെയ്ത ഏറ്റവും വലിയ, കാരണം അദ്ദേഹം കയറി വന്ന ഫാൻസ് ക്ലബിൻ്റെ രൂപീകരണത്തിലൂടെയാണ്. ആരെ ഈ ഫാൻസ് ക്ലബ്ബ്? യുവാക്കളാണ്. അദ്ദേഹം ചെയ്തത് എന്താണ്? യുവാക്കളെ ശ്രദ്ധിച്ചു, അവരുടെ പാറ്റേൺ മനസ്സിലാക്കി, അവരുടെ ഫ്രസ്ട്രേഷൻ മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ ഏതൊക്കെ ഫിലിമിനാണ് സക്സസ് റേഷ്യോ വന്നിട്ടുള്ളത്, അതിൻ്റെ പാറ്റേൺ എന്താണ്, അതാണ് സൊസൈറ്റിക്ക് നീഡ്. ആ നീഡിനെ സ്പോട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം പൊളിറ്റിക്കലി ഇവോൾവ് ആയി വരുന്നത്. ആക്ച്വലി വിജയ് പോലും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല എന്ത് ഇപ്പോൾ MLA ആവും. യെസ്, ജയിക്കുമെന്നുള്ളത് ഷുവർ ഷോട്ടായിരുന്നു. ഔട്ട് ഓഫ് എല്ലാ കാൻഡിഡേറ്റ്സിനെ വെച്ച് നോക്കണം, അദ്ദേഹത്തിൻ്റെ 15-20 സീറ്റാണ് ഈവൻ എല്ലാവരും പ്രതീക്ഷിച്ചത്. ഒരു 10 ദിവസം മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചാണ്, ഇമോഷണലി ഉള്ളൊരു സ്പീച്ച്. കരൂർ നടന്ന സംഭവത്തെ പറ്റി അദ്ദേഹം നടത്തിയൊരു സ്പീച്ചാണ് കംപ്ലീറ്റ് വോട്ട് ബാങ്കിനെ മറിച്ചത് അവിടെ. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള ഇപ്പോൾ കേരളത്തിലുള്ള CM-ഉം തമിഴ്നാട് CM-ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലെസ് ദാൻ 1000 ഡേയ്സ് പ്രായമുള്ള വിജയ്ക്ക് റിമാർക്കബിൾ മാറ്റം തമിഴ്നാട്ടിൽ കൊണ്ടുവരാമെങ്കിൽ കേരള നീഡ് എ ന്യൂ പാറ്റേൺ. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട, നമ്മളൊരു ബിസിനസ് ആസ്പെക്റ്റിൽ ഇതിനെ കണ്ടു സാറേ. അതായത് ഫോർച്യൂൺ 500 എന്ന് പറയും നമ്മൾ. അങ്ങനത്തെ ഫോർച്യൂൺ 500 കമ്പനികളൊക്കെ ലെഗസി കോർപ്പറേറ്റ്സാണ്. അവരുടെ എണ്ണം ലോകത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? ന്യൂ ജനറേഷൻ കമ്പനികൾ ടെക്നോളജി വെച്ച് ഇവോൾവ് ചെയ്യുകയാണ്. ഇവർ ചെയ്ത മെത്തഡോളജി അതാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ പണ്ട്
ഞാനൊക്കെ മീറ്റിങ്ങിൽ മറ്റേ ചെന്നൈയിലൊക്കെ മീറ്റിങ്ങിന് പോകുമ്പോൾ CM അതുവഴി ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമ്മുടെ പോക്കാണ്. ആ റോഡ് ബ്ലോക്ക് ചെയ്ത് ആ വഴിയിലൊരു ഈച്ചേനെ പോലെ ഒരു പാറ്റേനെ പോലെ നടത്തത്തില്ല, ടെക്നിക്കലി സ്പീക്കിംഗ്. ഇപ്പം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ, അവിടെ ഒരു ട്രാക്ക് മാത്രം ബ്ലോക്ക് ചെയ്ത് അവിടെ വളരെ കൂളായിട്ടാണ് അവരുടെ ജനജീവിതം കൊണ്ട് കിടക്കുന്നത്. അപ്പം ഈ ഒരു പാറ്റേൺ അവിടെ അഡോപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കി ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും സർവൈവലില്ല. ഇത് തന്നെയാണ് കേരളത്തിലും വരാൻ പോകുന്നത്. കേരളത്തിൽ ഇപ്പം നടക്കുന്ന സോക്കോൾഡ് വർഷങ്ങൾ പരിചയമുള്ള അല്ലെങ്കിൽ പ്രവർത്തന പരിചയമുള്ള പൊളിറ്റിക്കൽ പാർട്ടി വെച്ചിട്ടൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പുറത്ത് ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ CPM CPI പറയുമ്പോൾ എനിക്കൊരു ഇടതുപക്ഷ ചിന്താഗതിയുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ടെക്നിക്കലി സ്പീക്കിംഗ് അതൊരു നല്ല രാശിയാണെങ്കിൽ കൂടെയും ഗവേണൻസിലോട്ട് പാർട്ടി തലത്തിലോട്ട് വരുമ്പം അതിനകത്ത് ഒരു മെച്ചം കാണുന്നില്ല. അപ്പം കേരളത്തിലും ഇങ്ങനത്തെ ഒരു മൊമെൻറ്റ് അധികം താമസിക്കാതെ വരുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എന്താണ് ഈ ലീഡർഷിപ്പ് തമ്മിലുള്ള വ്യത്യാസം? ലിസണിങ് ടു ദി യൂത്ത് ഓർ ലിസണിങ് ടു ദി പബ്ലിക്. അവരുടെ പെയിൻ പോയിൻ്റ് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അത് മാത്രമാണ് ഇപ്പം ഇന്ന് വിജയ് ചെയ്യുന്നത്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു 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 മിറാക്കിളും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു റിമാർക്കബിൾ നോട്ടുണ്ട് സാർ. ഞാൻ വളരെ ചുരുക്കം ലീഡേഴ്സിനെ മാത്രമാണ് ഇങ്ങനെ സ്ക്രിബിൾ ചെയ്യുന്ന കാണുള്ളൂ. ഇദ്ദേഹം വരുന്നു, കയ്യോടെ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നു, അതിനോട്ടുള്ള ഗോ ടു ആക്ഷൻ കൊടുക്കണം അവരുടെ ടീമിന്. ദാറ്റ് ഈസ് വാട്ട് വി നീഡ്. പുള്ളിക്ക് ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആവശ്യമില്ല. പുള്ളിക്ക് ഒരുപാട് നല്ല ലോജിക് ആൻഡ് കോമൺ സെൻസ് ഉണ്ട്. അത് മാത്രം മതി നാട് ഭരിക്കാൻ. അല്ലാണ്ട് വലിയ 10 തലയൊന്നും വേണ്ട. അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏക തെളിവുകളാണ്. ഇറ്റ്സ് പ്രൂവൺ. ആൾക്കാർക്ക് മുന്നിൽ കണ്ടാലാണല്ലോ വിശ്വാസം വന്നു. ഈവൻ CM വിജയ് ഇസ് എ ട്രെൻഡ് ഇൻ അക്രോസ് ഇന്ത്യ. ഞാൻ അവിടെ വന്നപ്പോൾ അവിടെ ജന്തർ മന്ദിറിൽ പോയപ്പം ഞാൻ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പം CM വിജയ് എന്നാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ ഈ സൗത്ത് ഇന്ത്യൻസൊക്കെ മദ്രാസികളാണ് അവർക്ക്. അപ്പോൾ അവർ ഇന്ന് അറിയപ്പെടുന്നത് ഇപ്പോൾ CM വിജയനെ അറിയുള്ളൂ അവർക്ക്, സൗത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ലെവലിലോട്ട് അദ്ദേഹത്തിന് ലിസൺ ജെൻസിക്കിടയിൽ പറയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പബ്ലിക്കിൻ്റെ പെയിൻ ലിസൺ ചെയ്തു എന്നുള്ളതാണ്. അത് മാത്രമാണ് നമ്മുടെ കേരളത്തിലും ചെയ്യേണ്ടത്. അത് ചെയ്താൽ മതി. ചെയ്യണം. ഈ തമിഴ്നാട്ടിൽ DMK ഒരു പരമ്പരാഗത വളരെ സ്ട്രോങ്, കരുണാനിധി മകൻ, അതിൻ്റെ വീണ്ടും അടുത്ത മകൻ ഉദയനിധി, ഇവരൊക്കെ ആയിട്ട് ഭരിച്ച വലിയ പാർട്ടി, കെട്ടുറപ്പുള്ള പാർട്ടി. കേരളത്തിൽ അതുപോലെ തന്നെ ഒരു കേഡർ പാർട്ടി CPM, അവരും ഇങ്ങനെ പരാജയപ്പെട്ടു. വലിയൊരു പാർട്ടി, പാരമ്പര്യമുള്ള പാർട്ടി. ഈ കേരളത്തിൽ CPM ഇനി മുന്നോട്ട് വീണ്ടും ഭരണത്തിലേക്ക് വരുമോ? കാരണം മറ്റ് 2 സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ടായിരുന്ന വെസ്റ്റ് ബംഗാളിലും ത്രിപുരയിലും അവർ ഭരണം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർ പിന്നെ വന്നിട്ടില്ല. ബാക്കിയുള്ളവർ അത് കൈയടക്കി. കേരളത്തിലും അങ്ങനെ ഒരു അവസ്ഥയാകുമോ CPMന്? അതായത് കേരളത്തിലുള്ള CPMൻ്റെയൊക്കെ ഒരു ലെയേഴ്സ് ഓഫ് ലീഡേഴ്സ് ഉണ്ടല്ലോ. അതായത് അക്രോസ് ഇന്ത്യ നമ്മൾ നോക്കുവാണെങ്കിൽ CPMൽ യുവാക്കൾ കൂടുതലുള്ളത് കേരളത്തിലാണ്. ഓക്കെ, ആ യുവജനം ഇപ്പോൾ ഏജ് ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ദാറ്റ് മീൻസ് ആ ലെയേഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ള CPMൻ്റെ റാഷണലായിട്ടുള്ള തോട്ട് പ്രോസസ്സ് ഉണ്ടല്ലോ, അത് കണ്ടിന്യൂ ആവുകയാണെങ്കിൽ, ഇനിയും ജനകീയമായിട്ടില്ലെങ്കിൽ ഇവഞ്ച്വലി അത് വാനിഷ് ആവും. അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആരാ വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതൊരു ഹ്യൂമൻ സൈക്കോളജിയാണത്. അതാരാ വരുന്നതെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഒരു പാറ്റേൺ ആണ് അവർ ഫോളോ ചെയ്യുന്നതെങ്കിൽ. കാരണം ഞാൻ എൻ്റെ കോളേജിൽ പഠിച്ച സമയത്ത് ഞാൻ ഹാർഡ് കോർ SFIയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഫ്രണ്ട് റോല് കൊടിയും പിടിച്ച് പല പൊസിഷൻ ഹോൾഡ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം ഒരു സ്റ്റുഡൻസ് ലീഡർഷിപ്പ് എന്നുള്ള നിലയിൽ ഒരു ക്രൗഡിനെ ലീഡ് ചെയ്യാനും സംസാരിക്കാനും നന്നായിട്ടറിയാം. അതാണ് എൻ്റെ ബിസിനസ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിട്ടുള്ളത്. ആ ലീഡർഷിപ്പ് സ്കില്ലാണ്. അതിനെ ഞാൻ ഒരിക്കലും തള്ളി പറയോ ഇല്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് വാട്ട് ഈസ് നെക്സ്റ്റ് ആഫ്റ്റർ ദാറ്റ്
എന്നുള്ളതാണ് ബിഗ് ക്വസ്റ്റ്യൻ. അപ്പം ഈ പൊളിറ്റിക്കൽ പാർട്ടി, സോ കോൾഡ് പൊളിറ്റിക്കൽ പാർട്ടി, ആ ഒരു വേ ഓഫ് അപ്രോച്ച് ഇനി മാറ്റിയിട്ടില്ലെങ്കിൽ, ആ ഒരു റഫ്നെസ് മാറ്റിയിട്ടില്ലെങ്കിൽ പാടാം. ഓക്കെ, അതിന് അണികൾ കാണില്ല ഇവഞ്ച്വലി. അത് ഓക്കെ. ഈ ബെസേലിയസ് കോളേജിൽ പഠിക്കുമ്പോൾ SFI ലീഡറായിരുന്നു, ആണ്, സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സിൽ ആക്റ്റീവായിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നെ എന്തുകൊണ്ടാണ് ഈ പൊളിറ്റിക്സ് ഉപേക്ഷിച്ച്? പൊളിറ്റിക്സ് ഞാൻ ഉപേക്ഷിച്ചതിനകത്ത്, അതായത് ഒന്ന് വീട്ടിൽ, അതായത് ഞാനൊരു ഓൾ ഓഫ് സഡൻ ക്വിറ്റ് ചെയ്തതാണ്. അതായത് ഓൾ ഓഫ് സഡൻ വീട്ടിലെ ചില സാഹചര്യങ്ങൾ കാരണം ഈ പൊളിറ്റിക്സിൽ നിന്ന് മാറേണ്ട ഒരു അവസരം വന്നു. പിന്നെ എൻ്റെ ഹയർ സ്റ്റഡീസിന് പോകേണ്ട TKMൽ പഠനത്തിന് വന്നു. അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ രാഷ്ട്രീയ, അതായത് എൻ്റെ ഫാദറിനൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കേസിനകത്ത് അകപ്പെട്ടു. അത് ചതിക്കപ്പെട്ടതാണത്. അപ്പോൾ ഈ ചതിക്കപ്പെട്ടപ്പോൾ അന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന പൊളിറ്റിക്കൽ പാർട്ടിയാണ് അന്ന് മിനിസ്ട്രിയിലുണ്ടായിരുന്നത്. ഓക്കെ, അതായത് SFI ആയിരുന്നു ഞാൻ പ്രവർത്തിച്ചത് പേഴ്സണലി. അപ്പോൾ ആ പാർട്ടിയുടെ CPMൻ്റെ LDF ആയിരുന്നു അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഇവരുടെയൊക്കെ തനിനിറങ്ങൾ ഞങ്ങൾ കണ്ടു. അതായത് എങ്ങനെയാണ് ഇതിനെ പിടിച്ചൊലയ്ക്കുക എന്നും, അല്ലെങ്കിൽ ഓരോരുത്തരുടെ അപ്രോച്ച്, അതെനിക്ക് ഭയങ്കര വേദനിപ്പിച്ചൊരു ഇൻസിഡൻറ്റുകളാണ്. പിന്നീട് ഞാൻ മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ ഈ യുവതലമുറേനെ റൈറ്റ്ലി അല്ല അതിനെ നാവിഗേറ്റ് ചെയ്യുന്നത്. അതായത് യുവതലമുറേനെ ഒരു അക്രമ സ്വഭാവം ഇതിനകത്ത് ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട്, അറിയാതെ. ഈ പിള്ളേരറിയാതെ ഇവർ 10 പേര് കൂടുമ്പോൾ ഒരു അക്രമോ ഒരു സ്റ്റേറ്റ് ഓഫ് വയലൻസ് വരുന്ന, അല്ലെങ്കിൽ അരഗൻസ് വരുന്ന ഒരു നേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ഡേഞ്ചറസ് ഫിനോമിനയാണ്. ഇതൊക്കെ എനിക്ക് അന്നേ ഒരു അലാറം അടിച്ചെൻ്റെ തലയിൽ. ഇത് നിനക്ക് ആവശ്യമുണ്ടോ? ആർ യു മെൻ ഫോർ ദാറ്റ്? അതാണ് വൺ ഓഫ് ദ റീസൺ ഈ ഒരു സ്റ്റുഡൻസ് പൊളിറ്റിക്സിൽ നിന്ന് പിന്നീട് ബിയോണ്ട് കണ്ടിന്യൂ ആയിരുന്നു.